നമസ്കാരം. റൺ യുവർ ഡ്രീംസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നീനു ബിനു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, നമ്മളെല്ലാവരും മുൻവിധികളോടുകൂടി ഓരോ കാര്യങ്ങളെ കാണുന്നവരാണ്. അതായത് എക്സ്പെക്റ്റേഷൻ. ആ ഒരു വാക്കിന് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. ആ എക്സ്പെക്റ്റേഷനെ നമ്മളെ തളർത്താനും നമ്മളെ വളർത്താനും നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മളെ വിഷമിപ്പിക്കാനും ഉള്ള കഴിവുണ്ട്. ഓരോ കാര്യങ്ങളെയും നമ്മൾ നോക്കിക്കാണുന്നത് ഓരോ എക്സ്പെക്റ്റേഷനിലൂടെയാണ്. ഏതൊരു കാര്യം എടുത്താലും നമുക്ക് നമ്മുടേതായ ഒരു മുൻവിധി ആ ഒരു കാര്യത്തിലുണ്ടായിരിക്കും. അത് നമ്മൾ പറയുന്ന കാര്യത്തിലായാലും പ്രവർത്തിക്കുന്ന കാര്യത്തിലായാലും മറ്റുള്ളവരോട് എന്തെങ്കിലും ആവശ്യപ്പെടുന്ന കാര്യത്തിലായാലും നമുക്ക് നമ്മുടേതായ ഒരു എക്സ്പെക്റ്റേഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. മുൻവിധി എന്ന് പറയുമ്പോൾ അഥവാ എക്സ്പെക്റ്റേഷൻ നമുക്ക് നമ്മളോടും അതുപോലെ തന്നെ മറ്റൊരാൾക്ക് നമ്മളെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും എന്നുള്ളതും എല്ലാം നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ അടുപ്പമുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ അയൽവാസികളോ അങ്ങനെ പലരും ഉണ്ടായിരിക്കും. അവരോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അവരെന്തായിരിക്കും നമ്മളോട് പറയുക എന്നൊരു എക്സ്പെക്റ്റേഷൻ നമുക്കുണ്ടായിരിക്കും. നമ്മൾ പലപ്പോഴും വിചാരിക്കും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കാം പറയുന്നത്. അവരെപ്പോഴും സംസാരിക്കുക നമ്മുടെ സൈഡ് നിന്നിട്ടായിരിക്കും എന്നൊരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ അവരോട് എന്തെങ്കിലും ഒരു കാര്യം പറയുക. പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ആ എക്സ്പെക്റ്റേഷനെ തലക്കീഴായി മറിച്ചായിരിക്കും അവരുടെ മറുപടി. അത് തികച്ചും നമ്മളെ തകർക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. കാരണം നമ്മൾ അത്രയും എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യം അതിൽ നിന്ന് വ്യത്യസ്തമായി കിട്ടുമ്പോൾ നമുക്കത് അനുഭവിക്കുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിരിക്കാം. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് നല്ല ഓപ്പണായി സംസാരിക്കുന്ന ഒരാളായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക അവർ തിരിച്ച് നമ്മളോട് നല്ല ഓപ്പണായി തന്നെ സംസാരിക്കുമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക. പക്ഷെ അങ്ങനെ സംഭവിക്കണമെന്നില്ല. അതൊരിക്കലും അവരുടെ കുറ്റമല്ല, നമ്മുടെ എക്സ്പെക്റ്റേഷൻ്റെ കുഴപ്പമാണ്. നമ്മൾ നമ്മുടേതായ മുൻവിധികളോടെയാണ് അവരെയും ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണുന്നത്. അതിലുള്ള കുഴപ്പമാണ് അവരങ്ങനെ സംസാരിക്കാതെ ആവുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ദേഷ്യവും വിഷമവും എല്ലാം. അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷന് നമ്മുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ഗുണത്തിനുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ദോഷത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കാം. ഒരു ടീച്ചർ പുതിയതായിട്ട് ഒരു ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആ ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ കുറിച്ച് മറ്റുള്ളവർ ടീച്ചറോട് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ വെച്ച് ആ സ്റ്റുഡൻസിനെ കുറിച്ചുള്ള ഒരു മുൻവിധി ആ ടീച്ചറുടെ മനസ്സിലുണ്ടായിരിക്കും. ആ ഒരു എക്സ്പെക്റ്റേഷനിൽ നിന്നുകൊണ്ടായിരിക്കും പിന്നീട് ആ ടീച്ചർ ആ സ്റ്റുഡൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഞാനൊരു കൊച്ചു കഥയിലൂടെ നിങ്ങളിലേക്ക് ആ മെസ്സേജ് എത്തിക്കാം. ഒരു ടീച്ചർ പുതിയ ക്ലാസ് റൂമിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ ആ ടീച്ചർക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട്, ആ ക്ലാസ്സിലെ കുട്ടികൾ വളരെ നന്നായി പഠിക്കുന്നവരും എല്ലാ കാര്യങ്ങളിലും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണെന്നാണ്. ടീച്ചർ ആ ഒരു എക്സ്പെക്റ്റേഷനിലൂടെയാണ് ആ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചർ നന്നായി കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ടീച്ചർ വിചാരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അവിടെ സംഭവിച്ചത്. ആ കുട്ടികൾ ടീച്ചർ എടുക്കുന്ന ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല. അവരുടേതായ ഒരു ലോകത്ത് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠനത്തിൽ തീരെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ടീച്ചർ വിചാരിക്കും, ഞാനെടുക്കുന്ന രീതിയിലാവോ ഇനി അവർ പ്രശ്നം കണ്ടിട്ടുള്ളത്, അതുകൊണ്ടായിരിക്കുമോ അവർ ശ്രദ്ധിക്കാത്തത് എന്ന് കരുതിയിട്ട് ആ ടീച്ചർ പഠിച്ച 18 അടവും പ്രയോഗിച്ചു. വളരെ നന്നായി ഓരോ മോഡലിലും ക്ലാസ്സുകളെ മാറ്റി മാറ്റി കൊണ്ടുവരാനായിട്ട് ആ ടീച്ചർ ശ്രമിച്ചു. അങ്ങനെ അവസാനം എല്ലാ ടീച്ചർമാരും കാത്തിരിക്കുന്ന പോലെ എക്സാം അടുത്തു വന്നിരുന്നു. എക്സാമിന് ശേഷം അവരുടെ റിസൾട്ട് വരുന്ന ഒരു ദിവസം. ആ ഒരു ദിവസം ഈ ടീച്ചർ വളരെയധികം ഭയപ്പെട്ടിരുന്നു. കാരണം കുട്ടികൾക്ക് എങ്ങാനും മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിരുന്നു ഇത്ര നന്നായി പഠിക്കുന്ന കുട്ടികളായിട്ട് മാർക്ക് കുറഞ്ഞാൽ ഈ ടീച്ചർക്കായിരിക്കാം കുറ്റം വരുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ആ ടീച്ചർ ഒത്തിരി പ്രാർത്ഥിച്ചു റിസൾട്ട് വരുമ്പോൾ. അങ്ങനെ കാത്തിരുന്ന് റിസൾട്ട് വന്നപ്പോൾ റിസൾട്ടിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് ആ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ്. എല്ലാ കഥയിലും ഉള്ള പോലെ ഒരു ട്വിസ്റ്റ് ഈ കഥയിലുമുണ്ട്. കാരണം ആ ടീച്ചർക്ക് ഫസ്റ്റ് കിട്ടിയ ആ റിപ്പോർട്ട് അത് ഫേക്കായിരുന്നു.
ശരിക്കുള്ള ഒറിജിനൽ റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾ പഠനത്തിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരും IQ വളരെ കുറഞ്ഞവരുമായിരുന്നു. ഇതിനുശേഷം IQ ടെസ്റ്റ് വീണ്ടും നടത്തിയപ്പോൾ മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ ആ കുട്ടികളുടെ IQ കൂടിയൊരു റിപ്പോർട്ട് അവർക്ക് ലഭിച്ചു. ടീച്ചറുടെ മനസ്സിലുണ്ടായിരുന്ന ആ ആദ്യത്തെ എക്സ്പെക്റ്റേഷനാണ് കുട്ടികൾ പഠനത്തിൽ പിറകോട്ട് പോകും തോറും ടീച്ചർ ഓരോ പരിശ്രമത്തിലൂടെയും കുട്ടികളെ മുന്നിലേക്ക് പഠനത്തിലേക്ക് എത്തിച്ചത്. അതേസമയം ഒറിജിനൽ റിപ്പോർട്ടായിരുന്നു ആ ടീച്ചർക്ക് കിട്ടിയിരുന്നെങ്കിൽ ടീച്ചർ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും എഫേർട്ട് എടുക്കുമായിരുന്നു എന്ന്. കാരണം മറ്റുള്ളവർ ശ്രമിച്ചിട്ടും പഠിക്കാത്ത കുട്ടികൾ, തീരെ ബാക്കിലേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ പിന്നെ ആര് പഠിപ്പിച്ചാലും അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആരും കുറ്റം പറയില്ല എന്നൊരു ചിന്തയോട് കൂടി സാധാരണ ക്ലാസ് എടുത്ത് പോവുക, അങ്ങനത്തെ ഒരു ലെവലായിരിക്കാം ഉണ്ടായിരുന്നുണ്ടാവുക. പക്ഷേ ആ ടീച്ചർ അതിനെയെല്ലാം മറികടന്ന് ആദ്യത്തെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് ആ കുട്ടികളെ ട്രീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ നന്നായി പരിശ്രമിച്ച് ആ പരിശ്രമത്തിലൂടെ പഠിപ്പിക്കാനായിട്ട് ആ ടീച്ചർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ടീച്ചറുടെ ആ പരിശ്രമം വിജയം കണ്ടു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ഓരോ എക്സ്പെക്റ്റേഷനാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നതും നമ്മളെ ഗുണത്തിലേക്ക് എത്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ എക്സ്പെക്റ്റേഷന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മളെ വളർത്താനും നമ്മളെ തളർത്താനും ചില സമയങ്ങളിൽ നമ്മളെ നേട്ടങ്ങളിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ നമ്മൾ പരാജയങ്ങളിലേക്ക് ഉന്തിത്തള്ളി വിടാനും ഈ എക്സ്പെക്റ്റേഷന് കഴിയും. അതുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് പോസിറ്റീവ് എക്സ്പെക്റ്റേഷനാണ്. നമ്മൾ നെഗറ്റീവായിട്ട് നമുക്ക് കഴിയില്ല എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണമെങ്കിൽ ആ കാര്യം ഒരിക്കലും നമുക്ക് കഴിയില്ല. അതേസമയം നമ്മൾ പോസിറ്റീവായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഗുഡ് റിസൾട്ട് നമുക്ക് തന്നെ ലഭിക്കും. നമ്മുടെ കാര്യത്തിൽ നമുക്ക് പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. മറ്റുള്ളവർ നമ്മളോട് എങ്ങനെയാകണം എന്നുള്ള നമ്മുടെ എക്സ്പെക്റ്റേഷൻ അതൊരിക്കലും നമ്മളിൽ ഉണ്ടാകരുത്. കാരണം നമ്മൾ ആ എക്സ്പെക്റ്റേഷനിൽ അവരെ കാണുമ്പോഴാണ് തിരിച്ച് അവരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഇല്ലാതാകുമ്പോൾ നമുക്ക് സങ്കടപ്പെടേണ്ടി വരുന്നത്. പിന്നെ എല്ലാ മനുഷ്യരും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായൊരു രീതിയാണ് ഉണ്ടായിരിക്കുക. ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് എന്ന് കരുതിയിട്ട് അവരും അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരെക്കുറിച്ച് അല്ലെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു എക്സ്പെക്റ്റേഷന് കൂടാതെ വേണം അവരോട് സംസാരിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കണം. എന്നാൽ നമ്മുടെ ലൈഫ് സക്സസ് ആക്കാനായിട്ട് നമുക്ക് കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ ഇത്ര നേരം ശ്രമിച്ചവർക്കും നന്ദി.